അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. രാജേഷിനെ പോലീസ് പൊക്കിയതിനു ശേഷം മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ആശ്വാസമുണ്ട്. അതെ, സ്ഥിരമായി തൻ്റെ അരികിലേക്ക് വരാറുള്ള, അല്ലെങ്കിൽ ആ പെൺകുട്ടികളുടെ അരികിലേക്ക് വരാറുള്ള അവൻ എത്തുന്നില്ല എന്നുള്ള കാര്യം കൊണ്ട് തന്നെ അവൻ വിചാരിച്ച് നടന്നില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കും. അതെ, അവന് ഇഷ്ടത്തിൽ നിന്ന് കൊടുക്കണം. അവൻ കൊണ്ടുവരുന്ന ആളുകൾക്കും കൊടുക്കണം. എങ്കിൽ നല്ല ഇഷ്ടമാണ്, നല്ല ഫുഡ് തരും, എല്ലാം തരും. പക്ഷേ അല്ലാത്തവരെ ചവിട്ടി അരക്കും അവൻ, പച്ചവെള്ളം പോലും കൊടുക്കാതെ. അത്രക്കും ദുഷ്ടനായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെയുള്ള പെൺകുട്ടികൾക്കെല്ലാം ആശ്വാസമുണ്ട്. കാരണം രാജേഷ് എത്തുന്നില്ല എന്ന കാര്യം ആലോചിച്ചിട്ട്. ശരിക്കും ആസിഫ് SI അവന് പെരുമാറിയിട്ടുണ്ട്. പക്ഷേ അവൻ്റെ കണ്ണിൽ പകയുണ്ട്. ആസിഫിനെ ഇല്ലാതാക്കണം, അതാണ് അവൻ്റെ ചിന്ത. പണം കൊടുത്ത് പലരെയും വീഴ്ത്തിയിട്ടുണ്ട് അവന്. അതുകൊണ്ട് തന്നെ പോലീസുകാരുടെ വലിയൊരു പ്രൊട്ടക്ഷൻ തന്നെ അവനുണ്ട് എന്ന് അറിയാം. പക്ഷേ SI ആസിഫ് അവൻ രാജേഷിനെ ഒരിക്കൽ പോലും വെറുതെ വിടില്ല എന്നുള്ള വാശിയിൽ തന്നെയാണ്. എന്നാൽ ഈ സമയം അതാ സീനത്തിൻ്റെ വീട്ടിൽ അവൾക്ക് ഉമ്മ ചായ കൊടുത്തിട്ടൊന്നും അവൾ കുടിക്കുന്നില്ല. മോളെ, എന്ത് ചായ കുടിക്കാതെ പോയത്? ഉമ്മ, ഒന്നുമില്ല. അവൾ ഇരിക്കുന്നില്ല ശരിക്ക്. അവൾ അകത്തുകൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ മോളെ നിനക്ക് പറ്റിയത്? എന്താ നിനക്ക്? ഉമ്മ, എൻ്റെ ഇതാ ഈ ഒരു ഊരിൻ്റെ ഭാഗത്തു കൂടെ എന്തൊരു വേദന വരുന്നുമ്മ. എനിക്ക് നടക്കാനൊന്നും കഴിയണില്ല. ശരിക്കും ഉമ്മ ഞെട്ടിപ്പോയി. എൻ്റെ റബ്ബേ, പ്രസവവേദന തുടക്കാണല്ലോ. റബ്ബേ പഠിച്ചോനെ, എന്താ ഞാൻ ചെയ്യാ? അല്ലാ. നേരെ തന്നെ ഉപ്പയോട് കാര്യങ്ങൾ പറയുന്നു. നോക്കി ഇക്ക, മോൾക്ക് വയ്യല്ലോ, ഓൾക്ക് ഊരമ്മ കൂടെക്കൊരു വേദന ഉണ്ടെന്ന് പറഞ്ഞു. ഇക്ക, എന്താടി? മോൾക്ക് വയ്യാന്ന് പറഞ്ഞു. ആണോ? ഉപ്പ അവിടെ നിന്ന് എഴുന്നേറ്റു. അത് പറഞ്ഞിരുന്നല്ലോ നമ്മുടെ ഷമീർ വിളിക്കാൻ വേണ്ടിയിട്ട്. അതെ, നമ്മളത് പറയാതിരുന്നാൽ മോശമല്ലേ? എന്നാൽ ഈ സമയമായപ്പോഴേക്കും അതാ ആങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഷെഫി ഉസ്താദ് പൈസയെല്ലാം അയച്ചിട്ടുണ്ട്. അത് പ്രത്യേകമായി അവനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതെ, പ്രസവത്തിനുള്ള ക്യാഷും അവൾക്ക് ചിലവിനുള്ള എല്ലാ ക്യാഷും ഞാൻ അയക്കുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ അത് സീനത്തിനോട് പറഞ്ഞിരുന്നില്ല. അത് ഉപ്പയോടും അവൻ സൂചിപ്പിച്ചിരുന്നു. മോനെ, എന്ത് ചെയ്യാൻ, നമ്മളെ മോളുടെ അടുത്ത് വന്ന ബുദ്ധിമോശമല്ലേ, അല്ലാതെ നോക്കായിട്ടില്ലല്ലോ. എത്ര ഗൾഫിലേക്ക് വരെ ഓന് കൊണ്ടുപോകാൻ വേണ്ടി നിന്നതല്ലായിരുന്നോ? ഓൾക്ക് എത്ര സുഖമായിരുന്നു അവിടെ പോയിക്കാണെങ്കിൽ. അതിനൊന്നും നിന്നീരല്ലോ ഓള്. നീ കഴിഞ്ഞ കാര്യം ഇങ്ങനെ പറയണ്ട. മോള് രക്ഷപ്പെട്ട് കിട്ടിയത് തന്നെ വലിയ കാര്യം തന്നെ അല്ലേ? ഉപ്പയുടെ ആ ഒരു വാക്കിന് മുമ്പിൽ ഉമ്മ മൗനം പാലിച്ചു. ഉമ്മ, ഇനി അത് പറയണ്ട. അവൾക്ക് സുഖമില്ലല്ലോ. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഈ ഒരു നിമിഷം എന്ന് വെച്ചാൽ. സ്വന്തം ഭർത്താവ് കൂടെ ഉണ്ടാക്കേണ്ട നിമിഷമാണ്. പക്ഷേ ഭാഗ്യത്തിന് കഴിച്ചില്ലായതിനാണ് സീനത്ത്. അല്ലെങ്കിൽ രാജേഷ് എന്നോളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. ഭാഗ്യത്തിന് ഷമീർ രക്ഷപ്പെടുത്തിയത് കൊണ്ട് തന്നെ വലിയ ഭാഗ്യം. ഏതായാലും പഠിച്ചവനെ, ഇനി ഒരിക്കലും ആ കാലമാടിനെ പുറത്തിറങ്ങാൻ ഞാൻ മതിയായിരുന്നു. റബ്ബേ, ഈ പെൺകുട്ടികളൊക്കെ പിഴപ്പിക്കാൻ ഈ ഇപ്പം അതിനെക്കുറിച്ച് പറയല്ലേ. ശരിക്കും ഉപ്പാക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ എടുത്ത് വരി, നമുക്ക് ആശുപത്രിയിൽ പോവുക. പിന്നെ ഷമീറിനൊന്ന് വിളിക്കുക. ഓൻ്റെ ഉമ്മാനി, നമ്മളെ കുട്ടീനെ ഇതുവരെ നോക്കിയത് അവരല്ലേ, അതുകൊണ്ട് ഒന്ന് വിളിക്കാതിരിഞ്ഞാൽ അത് മോശമല്ലേ? മോളെ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടല്ലോ? ഉമ്മ, എനിക്ക് ഇവിടെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേദന വരികയാണ്, ഇടയ്ക്ക് പോവുകയാണ്. അതുതന്നെയാണ് പ്രസവ വേദന. എന്നാൽ കുറച്ചും കൂടി കഴിഞ്ഞോട്ടല്ലേ? എന്നാൽ ഉപ്പ പറഞ്ഞു വേണ്ട, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ ഉപ്പ പെട്ടെന്ന് തന്നെ പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. നമുക്ക് വിളിക്കാം. അതെ, നമ്മളെ കുട്ടിയെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് വിളിക്കൽ കടമ തന്നെയാണ്. എന്നാൽ ഈ സമയം അത് സീനത്തിൻ്റെ പ്രസവത്തിൻ്റെ ഡേറ്റും കാര്യങ്ങളും എല്ലാം ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഷമീർ. റബ്ബേ, ഒന്നും സംഭവിക്കരുത്, എല്ലാം റാഹത്തോടു കൂടി ആകണേ അല്ലാ. ശരിക്കും അതെൻ്റെ ആരൊക്കെയോ മാറി. എൻ്റെ സ്വന്തം ഭാര്യയാണോ? അല്ല. പെങ്ങളാണോ?
അതുമല്ല. കൂട്ടുകാരിയോ? അതുമല്ല. പിന്നെ ആരാണെന്നുള്ള ചോദ്യത്തിന് മാത്രം അവൻക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. സീനത്ത് പ്രസവവേദന അവൾക്ക് കൂടിക്കൂടി വന്നു. എന്നാൽ ഈ നിമിഷം അപ്പോൾ തന്നെ ഉപ്പ വിളിക്കുന്നു സമീറിൻ്റെ ഫോണിലേക്ക്. ഹലോ. ഉപ്പയുടെ ആ വിളി കേട്ടപ്പോൾ തന്നെ സമീറിൻ്റെ കൈകാലുകൾ ഒരു നിമിഷം കുഴഞ്ഞു പോകുന്ന പോലെ തോന്നി. മോനെ, ആരാടാ? ഹലോ മോനെ, ഇത് ഞാനാടാ, ഉപ്പയാണ്. അത് അവൾക്ക് സുഖമില്ല. ഉപ്പ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ വണ്ടി അയക്കാം. ഞാൻ വണ്ടിയിൽ വരാം. വേണ്ട മോനെ, ഹോസ്പിറ്റലിൽ അതിലേക്ക് പോകാം. മോനെ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും കൊണ്ട് ഞാൻ അങ്ങോട്ട് എത്താം. ശരിക്കും ഷമീറിനും വല്ലാത്ത സങ്കടം തോന്നി. റബ്ബേ, എല്ലാം റാഹത്തിലാക്കണമല്ല. ആ നിമിഷം തന്നെ ഷമീർ അവിടെ നിന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നു. അല്ലാഹുവേ, ആ ഒരു പെൺകുട്ടിക്ക് യാതൊരു വിഷമവും ബുദ്ധിമുട്ടും പ്രയാസം നീ കൊടുക്കല്ല അല്ലാ. ഒരുപാട് അനുഭവിച്ചതാണ് റഹ്മാനെ. അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനെ നീ പുറത്തു കൊടുക്കല്ല. അല്ലാഹുവേ, പ്രസവം സുഖമാക്കല്ല. മോനെ എടാ, വേഗം വാടാ. ഉമ്മാക്കാകെ ടെൻഷനായിരുന്നു, ബേജാറായിരുന്നു. അത് സ്വന്തം പൊന്നുമോളെ പ്രസവത്തിന് കൊണ്ടുപോകുന്ന രീതിയിലായിരുന്നു ആ ഉമ്മ വിളിച്ചിരുന്നത്. മോനെ, എൻ്റെ പൊന്നുമോനെ, വാടാ. ആ ഉമ്മ ഇതാ വരുന്നു, ഇപ്പോൾ വരാം. അവൻ അത് നിസ്കാരപ്പായം മടക്കി വെച്ച് ഒരു നിമിഷം അവൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ റൂമിലേക്കൊന്ന് നോക്കി. മോളെ സീനത്തെ, നീ വരുമെന്ന് കരുതി ഞാൻ ഒരു ദിവസം പോലും നീ പോയതിന് ശേഷം ഈ റൂമിലേക്ക് കടന്നിട്ടില്ല. ഇവിടെ ഞാൻ കിടന്നിട്ടില്ല, ഇവിടേക്ക് ഞാൻ പ്രവേശിച്ചിട്ടില്ല. നീ ഇന്ന് വരും നാളെ വരും എന്ന് കരുതി നിനക്ക് വേണ്ടി ഞാൻ വെച്ചതാണ് ഈ റൂം. ആ റൂമിലേക്ക് നോക്കി ഒരിക്കൽ കൂടി അത് പറഞ്ഞുകൊണ്ട് അവൻ ഉമ്മയുടെ അരികിലേക്കെത്തി. ഉമ്മ അപ്പോഴേക്കും എന്തൊക്കെയോ ആവശ്യത്തിനുള്ള തുണികളും സാധനങ്ങളും എല്ലാം എടുത്തിരുന്നു. അത് കേട്ട ഉടനെ തന്നെ ഉമ്മ പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഉമ്മ സൂക്ഷിച്ചു വച്ചിരുന്ന ആ ഒരു പൊടിയരി എടുത്ത് പെട്ടെന്ന് അടുപ്പത്ത് തീമട്ടിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും അത് നല്ല രീതിയിൽ വെന്തു. ഉമ്മ അതൊരു തൂക്കാത്രത്തിൽ എടുത്തു. ഉമ്മ, അതെന്താ മോനെ, അതൊക്കെ വേണ്ടി വരും. ഒരു വേദനയ്ക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോഴൊക്കെ നല്ലതാണ് ഈ ചെറിയരിൻ്റെ കഞ്ഞിയൊക്കെ, അതുകൊണ്ടെടുത്തതാണ് ഉമ്മ. ശരിക്കും അവന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് പോകുന്നു നേരെ ഹോസ്പിറ്റലിലേക്ക്. ഹോസ്പിറ്റലിലെത്തിയപ്പോൾ സീനത്ത് എന്നുള്ള പേഷ്യൻ്റ് ഇങ്ങോട്ട് വന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലല്ലോ, എത്തിയിട്ടില്ല എന്നായിരുന്നു അവരുടെ മറുപടി. ഇല്ല, അവരെത്തിയിട്ടില്ല. അവൻ്റെ മനസ്സിലാകെ ആദി കൂടി. റബ്ബേ, ഇവരിതെന്ത് പറ്റി? സമയമായല്ലോ. ഒരപ്പോൾ തന്നെ അവിടുന്ന് വിളിച്ചു പറഞ്ഞതാണല്ലോ. മോനെ, നമ്മൾ ഫസ്റ്റ് എത്തി, എന്നിട്ടും അവരെത്തിയില്ലല്ലോ. അവൻ്റെ മനസ്സിലാകപ്പാട് എന്തൊക്കെയോ ഭീതി കുടുങ്ങി. റബ്ബേ, രാജേഷ്, അവൻ്റെ ശിങ്കിടികൾ എല്ലായിടത്തുമുണ്ട്. ഒരു പക്ഷേ അവർ പോകുന്നതെങ്ങാനും തടഞ്ഞോ, അതോ എന്തെങ്കിലും സംഭവിച്ചോ? ഷമീറിൻ്റെ മനസ്സിൽ ആകപ്പാടെ ഒരു വ്യാധി. ആ നിമിഷം തന്നെ ആങ്ങളിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ വരും, ചെറിയൊരു ബ്ലോക്കിൽ പെട്ടു. എന്നാൽ ഷമീറിന് സഹിക്കാൻ കഴിഞ്ഞില്ല. റബ്ബേ, അത്യാസന്ന നിലയിൽ വരുമ്പോൾ ബ്ലോക്കോ? ഒരു നിമിഷം അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അല്ലാഹുവേ, റഹ്മാനെ, നീ എല്ലാം എളുപ്പമാക്കി കൊടുക്ക്. റഹ്മാനെ, ലഖദ് ജാഅക്കും അവൻ ചൊല്ലി പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. നിമിഷങ്ങൾക്കൊക്കെ അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിത്തുടങ്ങുന്നു. അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയം വന്നു. രാജേഷ് എങ്ങാനും അല്ലെങ്കിൽ അവൻ്റെ ശിങ്കിടികളെങ്ങാനും അത് തടഞ്ഞോ എന്നുള്ള രീതിയിലായിരുന്നു ഭയം. എന്തൊക്കെ തന്നെയായാലും അവർ ഹോസ്പിറ്റലിലെത്തി. സ്നേഹത്തോടെ അവൻ അവളെ കണ്ടതും ഒരു നിമിഷം അവനാകെ ടെൻഷനായിപ്പോയി. അവളുടെ മുഖം വല്ലാതെ അങ്ങ് വാടിയിരിക്കുന്നു. വേദന വല്ലാതെ ഉണ്ടെന്ന് തോന്നുന്നു. ശരിക്കും അവളെ കണ്ടപ്പോൾ തൻ്റെ ആരൊക്കെയോ പ്രസവത്തിന് വേണ്ടി വന്നതുപോലെയാണ് അവനക്ക് തോന്നിയത്. അല്പം അവളുടെ അരികിലേക്ക് മാറി നിന്ന് പറഞ്ഞു, മോളെ, സാരല്ല,
ഒക്കെ ഇൻഷാ അല്ലാഹ് അള്ളാഹു റാഹത്തിലാക്കട്ടെ, വിഷമിക്കണ്ട കേട്ടോ. ശരിക്കും സീനത്തിന് തൻ്റെ ഭർത്താവ് തന്നോട് പറയുന്ന രീതിയിലാണത് തോന്നിയത്. അത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഷെഫി ഉസ്താദിനെ അവളങ്ങ് ഓർത്തു. ആ ഒരു ശബ്ദം ഷെഫി ഉസ്താദിൻ്റേതാണെന്ന് അവൾക്ക് തോന്നിപ്പോയി. റബ്ബേ, എൻ്റെ ഷെഫി ഉസ്താദിനാണോ എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നത് എന്ന് വരെ അവൾക്ക് തോന്നി. സീനത്തെ, എന്താ പ്രയാസം എന്തെങ്കിലും ഉണ്ടോ? ഒന്നും കൊണ്ട് പേടിക്കണ്ട കേട്ടോ. പഠിച്ച റബ്ബിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അതെ, എന്നാൽ അതാ സിസ്റ്റർ വന്നിട്ട് ചോദിച്ചു, പെയിനുണ്ടോ കൂടുതൽ? ആ, ഇടയ്ക്കിടെ വന്നും പോയിട്ടും നിൽക്കുകയാണ്. ഓ സാരല്ല, കൂടുതലായിട്ടൊന്നുമില്ലല്ലോ. ആ, ഡേറ്റ് ആയിട്ടുമില്ല. അപ്പോൾ പിന്നെ ഒന്നും കൂടി പെയിന് കൂടിക്കോട്ടെ, അല്ല ഞാൻ ഇപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ വന്ന് നോക്കിക്കോളും. എന്നാൽ സമീറിനത് കേട്ടപ്പോൾ വല്ലാത്തൊരു ടെൻഷൻ തോന്നി. ഇത്രയധികം പെയിനായിട്ട് വന്നിട്ടും എന്താണ് ഇവർ നോക്കാത്തതെന്നുള്ള കാര്യത്തിൽ മേഡം എത്തിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് അഡ്മിറ്റ് ആവണമെങ്കിൽ അഡ്മിറ്റ് ആവാം, പക്ഷേ ഡേറ്റ് ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങനെ പറയാൻ പറ്റില്ല. നല്ല പെയിനുണ്ടോ? ജസ്റ്റ് ഒന്ന് നോക്കിയാലോ സിസ്റ്റർ അപ്പോഴേക്കും അത് പറഞ്ഞു. എന്നാൽ സമീർ തന്നെ പറഞ്ഞു, ഡോക്ടർ അത് ഒന്ന് നോക്കിക്കോളൂ, ഡോക്ടർ എത്തുമ്പോഴേക്കും. എന്താ ഇത്, ഹസ്ബൻഡ് ഇത്രമാത്രം ധൈര്യമില്ലാത്തവനായ മതിയോ? ഹസ്ബൻഡിന് കുറച്ചൊക്കെ ധൈര്യം വേണ്ടേ? എന്താ ഇത്, ഇത്രയൊന്നും പാടില്ല. ഇങ്ങനെയൊക്കെ തന്നെ പെട്ടെന്ന് നിങ്ങളുടെ ആയി വരുമൊന്നുമില്ല. ആ, ചിലപ്പോൾ ഒരു ദിവസം പിടിക്കും, 2 ദിവസം പിടിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാകും. പിന്നെ ഒന്നും നടന്നില്ലെങ്കിൽ ഓപ്പറേഷൻ നടക്കും. എന്താ നിങ്ങൾക്ക് ഓപ്പറേഷൻ വേണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കൂല. ഞങ്ങളിനി 2 ആഴ്ച ഡേറ്റ് ഉണ്ടെങ്കിൽ, പ്രസവിക്കാൻ 2 ആഴ്ച ഉണ്ടെങ്കിലും, ഡേറ്റിന് 2 ആഴ്ച ഉണ്ടെങ്കിലും ഞങ്ങൾ ഇപ്പോൾ വേണമെങ്കിൽ അത് ചെയ്തു തരും. എന്നാൽ ഷമീറിന് ദേഷ്യമാണ് പിടിച്ചത്. അതെ, ഓപ്പറേഷൻ ചെയ്യാനാണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ? വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാൽ പോരെ? അല്ല, എവിടെ നമ്മുടെ മുംതാസ് ഡോക്ടർ എത്തിയിട്ടില്ല. സിസ്റ്ററെ, ഡോക്ടർ ഈ രീതിയിലുള്ള സംസാരം ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഡോക്ടർ ഒരിക്കൽ പോലും നിങ്ങൾ പറയുന്നത് കേൾക്കും വേണ്ട. ശരിക്കും ഷമീറിന് ദേഷ്യവും സങ്കടവും വന്നപ്പോഴാണ് അത് പറഞ്ഞത്. അല്ല, ഞങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ, നിങ്ങൾ ധൃതി കൊണ്ട്. അല്ല, നിങ്ങൾക്കിത് എപ്പോഴും കണ്ടും കേട്ടും ശീലമാണ് ആൾക്കാർ. നമ്മളിത് ആദ്യമായിട്ട് കാണുമ്പോഴേ നമുക്കൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അതെ, ഡോക്ടർ വന്നിട്ട് വിളിക്കൂട്ടോ, അതിനനുസരിച്ച്. അല്ല സിസ്റ്റർമാരെ, ഇത്രയ്ക്ക് ഈ കുട്ടി കഷ്ടപ്പെടുന്ന കണ്ടില്ലേ? അതെ, സീനത്തിന് വേദന സഹിക്കാൻ കഴിയാതെ ആയി തുടങ്ങിയിട്ടുണ്ട്. അവൾ ഇടയ്ക്കിടെ അതാ ജനലക്കമ്പുകളൊക്കെ മുറുകെ പിടിച്ച് തൂങ്ങുന്നു. ശരിക്കും അവളുടെ ആ ഒരു കാട്ടിൽ കണ്ടിട്ട് ശരിക്കും അത് ഷമീറിനെ സഹിക്കാൻ കഴിയുന്നില്ല. അവനറിയാതെ അവളെ ഒന്ന് പിടിക്കണം, അവളെ ഒന്ന് ആശ്വസിപ്പിക്കണം, തലോടണം എന്ന് തോന്നിപ്പോയി. ശരിക്കും വല്ലാത്ത ഒരവസ്ഥ. സീനത്തിന് എന്തു പറ്റിയാവോ? സീനത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വരെ അവൻ ഭയപ്പെടുകയാണ്. അല്ലാഹുവേ റഹ്മാനെ, നീ കാത്തുരക്ഷിക്കണേ ദയ്യാലേ. അതെ, ആ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് സിസ്റ്റർ സീനത്ത്, ആ വരൂ, അവളെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു നിമിഷം അവൻ ചോദിച്ചു, അല്ല ഡോക്ടർ എത്തിയോ? ഡോക്ടർ ഇപ്പോൾ വരും കേട്ടോ. ഉമ്മാക്കും ഉപ്പാക്കും നല്ല ടെൻഷനുണ്ട്. അതെ, എന്നാൽ അതിലേറെ ടെൻഷൻ, ഏറ്റവും കൂടുതൽ ടെൻഷനുള്ളത് മറ്റാർക്കുമായിരുന്നില്ല, അത് ഷമീറിനാണ്. സ്വന്തം ഭാര്യ പ്രസവത്തിന് പോകുന്ന പോലെയുള്ള ടെൻഷനാണ് അവനക്കുണ്ടായത്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുകയാണ്, എന്തൊക്കെയോ ചിന്തിക്കുകയാണ്, എന്തൊക്കെയോ ചൊല്ലി പറയുകയാണ്. പഠിച്ചോനെ, സീനത്തെൻ്റെ ആരുമല്ല, എൻ്റെ ഭാര്യയല്ല, എൻ്റെ പെങ്ങളല്ല, എൻ്റെ കൂട്ടുകാരല്ല, ഒന്നുമല്ല. ഞാൻ രക്ഷിച്ച ഏതൊരു പെണ്ണ്. പക്ഷേ ഇപ്പോൾ അവൾ എൻ്റെ ആരൊക്കെയോ ആയി മാറുകയാണ്. റബ്ബേ, ഒന്നും സംഭവിക്കരുതേ അള്ളാഹുവേ, ടെൻഷനുള്ളതൊന്നും, എല്ലാം റാഹത്തിലായി കഴിയണേ അല്ലാ. അത് ഷമീർ ഒരു സങ്കടത്തോടെ അവിടെയും ഇവിടെയും നടക്കുകയാണ്. ശരിക്കും നല്ല ടെൻഷനുണ്ട്. എന്നാൽ ആ ഒരു ഉമ്മയും ഉപ്പയും ഇത് കാണുകയാണ്. കണ്ടില്ലേ, പാവം ഷെഫി ഉസ്താദിന് പകരമായിട്ട് പടച്ച റബ്ബ് ഒരാളെ ഇറക്കി തന്നതുപോലെയാണ് അല്ലേ? ഷെഫി ഉസ്താദിൻ്റെ അതേ ടെൻഷന് അവനുണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്കിടെ നേഴ്സിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് സീനത്തിന്, കുഴപ്പമല്ലതും? ഇല്ല, ഡോക്ടർ എത്തിയിട്ടില്ല കേട്ടോ, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടേ ഉള്ളൂ. ഡോക്ടർ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറയും കേട്ടോ.
എന്നാൽ ഡോക്ടർ എന്താ എത്താത്തത് എന്നാണ് ഷമീർ ചോദിച്ചത്. ടൈം ആവുന്നേ ഉള്ളൂ, ഡോക്ടർ ഈ ടൈമിന് എത്തുള്ളൂ, അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കണേ ഞങ്ങളുണ്ടല്ലോ ഇവിടെ. ശരിക്കും മുംതാസ് ഡോക്ടർ തന്നെ എത്തണം, അതായിരുന്നു അവൻ്റെ ആഗ്രഹം. അത് ഡോക്ടർ ഒന്ന് വിളിച്ചുവിടുന്നാൽ. അതിന് വിളിക്കാൻ അത്ര സീരിയസ് ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല, പെയിനുണ്ട്, അത് ഓക്കെയാണ്. പക്ഷേ ഇനി എത്രയെത്ര ഘട്ടങ്ങൾ കഴിഞ്ഞു വരാനുണ്ട്. പിന്നെ ഗർഭപാത്രം വികസിച്ചിട്ടില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട്. പിന്നെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ എല്ലാം ഓക്കെ എങ്കിൽ മാത്രം ഞങ്ങൾ വിളിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും. അങ്ങനെയാണ്. ഇതിപ്പോൾ ഒന്നും ആയിട്ടില്ല. കാണുമ്പോൾ നമുക്ക് തോന്നും അത് നല്ല പെയിൻ ഉണ്ടെന്ന്. ഫസ്റ്റത്തെ അല്ലേ 12 മണിക്കൂർ വരെ പെയിൻ അനുഭവിക്കേണ്ടി വരും ചിലതാണെങ്കിൽ വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, അതും പറഞ്ഞുകൊണ്ട് അത് സിസ്റ്റർമാർ അകത്തേക്ക് കയറി. ഷമീറിൻ്റെ മനസ്സിൽ ആകപ്പാടെ ആദിയായി. അല്ലാ റബ്ബേ, അവനെ ആകപ്പാടെ ടെൻഷൻ എല്ലാം പടച്ച റബ്ബിൽ അർപ്പിക്കുകയാണ്. പഠിച്ചോനെ, ഒന്നും സംഭവിക്കരുതേ, അവൾക്ക് നീ സുഖപ്രസവം കൊടുക്ക് റഹ്മാനെ, വേദന ലഘൂകരിച്ച് കൊടുക്കല്ല. അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു. എന്തായിരിക്കും സീനത്തിനെ കുറിച്ച് എന്തായിരിക്കും മുംതാസ് ഡോക്ടർ പറയുന്നത്? അവൾക്ക് സുഖപ്രസവം ഉണ്ടാകുമോ? അതോ രാജേഷിൻ്റെ ഉപദ്രവത്തിൽ അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ? കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചിരിക്കുന്നുണ്ടാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.